പ്രകാശ് രാജ് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് വേദിയിലിരുന്നവരോട് ഒരു കഥ പറഞ്ഞു. ഈ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള ഒരു കഥ. അതും വനത്തിനകത്ത് വേട്ടയാടാൻ ഇറങ്ങുന്ന കടുവയെ അത് ആക്രമിക്കാൻ പാത്തിരുന്ന മാൻപേട കാണുന്നതിനെ കുറിച്ചുള്ള ഒരു കഥ രാജ്യം കേൾക്കേണ്ടതാണ്. He has accepted that he is afraid of brains, afraid of people questioning, afraid of people protesting. You know, there is a beautiful story. You go into a forest. So my friend who is a scientist, who is a natural scientist, somebody asked him a question. How do animals talk in the forest? We are all designed. He says animals listen and send signals. For example, there is a tiger, a predator prowling, and there are a group of deers. One deer will observe, it will know the killer is around. Its ears will flutter, the eyes will move around. It says, the minute it knows there is a tiger, the predator, it gives a call, cock. All these years we thought that sound, an alarming sound of cock, was to tell the other deers to escape. No. When it sees a tiger, the deer will walk one step ahead and it sees the tiger and says, "Caw." It is telling the tiger, "I saw you." And the tiger will say, so the youth of this country has told Narendra Modi, "Caw. Now I know you, your leakage of papers." Now he can't attack. For the first time, they have punctured his ego. The youth of this country, by saying "cock," has told him, "We know you're not powerful, you're naked. We know all your politics." That is why he is worried. For the first time, the citizens, the youngsters have said, "We are not afraid of you." We needed somebody to say it. We have had a lot of protests in this country, farmers' protests, we have protests by the workers, government officials, but you could not go one step ahead because this predator had marked them. They had jobs to lose, they had lands to lose. But these youngsters have nothing to lose. Probably when this predator came to power, these youngsters were 12 years, 13 years, 8 years. They did not choose him. Now they are grown up and are saying, "Cock." It is a wonderful space where the predator doesn't know what to do. On that day when I was in Jantar Mantar, there were 1 lakh of people in Jantar Mantar, but there were 4 lakhs more on the streets of Delhi. മനോഹരമായിട്ടുള്ള കഥയാണ്. അതായത് പതുങ്ങി പതുങ്ങി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആ അക്രമകാരികൾ, അവർ പിടിക്കാൻ ശ്രമിക്കുന്ന ഇര കാണുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം, അതായത് "നിങ്ങളെ ഞാൻ കണ്ടു, മനസ്സിലാക്കി" എന്ന് ഈ രാജ്യത്തിന്റെ യുവത്വത്തിന് മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയിൽ പ്രകാശ് രാജ് പറഞ്ഞു വെക്കുന്ന ആ സ്റ്റോറിയിലൂടെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി യുവത്വത്തിന്റെ വലിയ മുന്നേറ്റത്തിൽ ഈ നാടിനെ ഭരിക്കുന്ന വ്യക്തി നഗ്നനാണെന്ന് പറഞ്ഞു വെക്കാൻ അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ച ആ കഥ എന്തുകൊണ്ടും ജനങ്ങൾക്കിടയിലേക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ ഉപകാരപ്പെടുന്നതാണ്. ആ വാചകങ്ങളും ആ കഥയും ഡിവൈഎഫ്ഐയുടെ സമ്മേളന വേദിയിൽ നിറഞ്ഞ കയ്യടിയാണ് നേടിയെടുത്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് പ്രകാശ് രാജ് സമൂഹത്തിലെ യുവത്വങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കുന്നുണ്ട്. അദ്ദേഹം അവർക്ക് വലിയ പ്രചോദനമാകുന്നുണ്ട്. അവരുടെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാളെ അവർക്ക് വേണ്ട ഇന്ത്യയെ പാകപ്പെടുത്തിയെടുക്കാൻ അവരെ പരുവപ്പെടുത്തുന്നുണ്ട്. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ എന്ത് നഷ്ടം വന്നാലും അതിനെ നേരിടാൻ ഉറച്ചുകൊണ്ട്
ഇമാതിരിയുള്ള മനോഹരമായിട്ടുള്ള വാചകങ്ങളിലൂടെ അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ പ്രതികരണശേഷി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെ ഉള്ളിലും ചില തിരിച്ചറിവുകളും ഒപ്പം തന്റെ രാജ്യത്തിനു വേണ്ടി ശബ്ദമുയർത്താൻ ഒരു വലിയ പ്രചോദനമായി മാറുന്നുണ്ട്. നഷ്ടങ്ങൾ ഒരുപാട് വരുന്നെങ്കിലും അതൊക്കെ വരട്ടെ, പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ താൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്താണോ അത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്, ഈ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെ മനോഹരമായി അത് നിർവഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യത്തെ സിനിമാ മേഖലകളിലൊക്കെ നിൽക്കുന്ന നടന്മാരെല്ലാം അവരവരുടെ സേഫ് സോണിൽ നിന്ന് അവരവർക്ക് ഡാമേജ് ഏൽക്കാതെ പല കാര്യങ്ങളിലും ഭാവിയിലുള്ള നേട്ടങ്ങളെ കണ്ടിട്ട് മൗനം അവലംബിക്കുമ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങളാണ് ചെയ്തതെങ്കിലും ജീവിതത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും മികച്ച നായക കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയമായി പറയാം, അത് പ്രകാശ് രാജ് എന്ന വ്യക്തിയാണ്. ആരെ ആയിരിക്കും ഈ കാലം കടന്നു പോകുമ്പോൾ ചരിത്രം അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവാർഡുകൾ വാരിക്കൂട്ടിയവരെക്കാൾ ഉപരി ജനം ഓർമ്മിക്കുന്നതും ആ മനുഷ്യനെ തന്നെയായിരിക്കും.